ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഒരു ക്രൈം ത്രില്ലർ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്താണ് ശരിക്കും മൂവി നമുക്ക് പ്രേക്ഷകർക്ക് തരാൻ പോകുന്നത്? എന്താണോ കണ്ടത് തന്നെയാണ് തരാൻ പോകുന്നത്. ക്രൈം ത്രില്ലർ തന്നെയാണ്. ദൃശ്യത്തിന് എന്തെങ്കിലും ഡോസ് എടുത്തിട്ടുണ്ടായിരുന്നു? ഈ ട്രെയിലറിൽ കണ്ടു ഓൾറെഡി ഒരു ഡോസ് എടുത്തതിന്റെ ഒരു എഫക്ട് കാണിക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നു? ഒരു 60 വേറെ ഡോസ് ആണോ? ഒരു 60 ml അടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നല്ല മണമുണ്ട്. തമിഴിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു കമ്പാരിസൺ, ആ ഒരു എക്സ്പീരിയൻസ്. തമിഴിൽ വർക്ക് ചെയ്യുമ്പോൾ തമിഴ് പറയണം, അങ്ങനെയല്ല. മലയാളം. സൗണ്ട് ആണെങ്കിൽ നമുക്ക് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സീരിയസ് ആയിട്ട് തോന്നാറില്ല. സൗണ്ട് ഭയങ്കര ഗാംഭീര്യമുള്ള സൗണ്ടാണ്. പക്ഷേ ബേസിക്കലി ആള് ഭയങ്കര കൂളാണല്ലേ? അല്ലേ, ഭയങ്കര കൂളാണ്. നമ്മുടെ സിനിമയിലുള്ള വില്ലന്മാരൊക്കെ ഭയങ്കര പാവം. വെൽക്കം ടു സെല്ലുലോയിഡ് ആൻഡ് ദിസ് ഇസ് ദീപ്തി. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് മലയാളത്തിലെ ഏറ്റവും പുതിയ ചിത്രമായ ഡോസിലെ ടീം മെമ്പേഴ്സ് ആണ്. വെൽക്കം ടു ദി ഷോ. ഹലോ. എല്ലാവരും നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഭയങ്കര കളർഫുൾ ആയിട്ട് ഇരിക്കുന്നുണ്ട്. താങ്ക് യു. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ ട്രെയിലർ കണ്ടിട്ടുണ്ടായിരുന്നു, മൂവിന്റെ ട്രെയിലർ കണ്ടു. അല്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട്, കളർഫുൾ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ മൂവിന്റെ ട്രെയിലർ കണ്ടിട്ടുണ്ടായിരുന്നു. ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഒരു ക്രൈം ത്രില്ലർ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്താണ് ശരിക്കും മൂവി നമുക്ക് പ്രേക്ഷകർക്ക് തരാൻ പോകുന്നത്? എന്താണോ കണ്ടത് തന്നെയാണ് തരാൻ പോകുന്നത്. ക്രൈം ത്രില്ലർ തന്നെയാണ്. ഇത് ചോദിച്ചതിന് മാത്രം ആൻസർ പറയാൻ. അല്ല, എന്താ തോന്നിയതാണല്ലോ. അതെ അതെ, ഒരു ക്രൈം ത്രില്ലർ പരിപാടി തന്നെയാണ്. എന്താ പറയാ, കുറച്ച് മരണങ്ങൾ സംഭവിക്കുന്നതും അതിന്റെ പിന്നിൽ ആരാണെന്നുള്ളതിന്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റൽ ബാക്ക്ഡ്രോപ്പിലാണ് നടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ. അഭിഷേക്, ഞാൻ ഓൾറെഡി ഇതിൽ കണ്ടു ഒരു റിയൽ സ്റ്റോറി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഈ റിയൽ സ്റ്റോറിയിലോട്ട് എത്തിയിട്ട്? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ ബേസ് ചെയ്ത ഒരു ക്രൈമാണ് ആദ്യം ഉണ്ടായിട്ടുള്ള തോട്ട്. അതിൽ നിന്ന് അതിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വന്നുള്ള മെഡിക്കൽ ക്രൈംസ് അത് റിസർച്ച് ചെയ്തിട്ട് അങ്ങനെ അതിലെ ചില എലമെന്റ്സ് നമ്മുടെ പടത്തിൽ ചില സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് എന്താ പറയാ, ഇൻസ്പയർഡ് ഫ്രം ഷോക്കിംഗ് ടു റിവേഴ്സ് എന്ന് പറഞ്ഞുള്ള പരിപാടി ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പം ക്യാരക്ടർ ചേട്ടൻ്റെ പോലീസാണെന്ന് തോന്നുന്നു അല്ലേ? ആ, യൂഷ്വലി ആ ഒരു നമുക്ക് കാണുമ്പോൾ അപ്പിയറൻസ് ഒക്കെ കാണുമ്പോൾ പോലീസിനെ പോലെ ഉണ്ട് ഇല്ലേ? പോലീസ് അല്ല എന്ന് പറഞ്ഞോ? പക്ഷെ ചേട്ടനെ കാണുമ്പോൾ പോലീസിനെ പോലെ, പോലീസാണെന്ന് തോന്നിയിട്ടുണ്ട്. അതുപോലെ നിങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സും നേഴ്സും ഒക്കെ ആണല്ലേ? Okay, so I play S.I. Vivek in this and ഇതിൽ നടക്കുന്ന എല്ലാ ഈ മരണങ്ങളുടെ ഇതിൻ്റെ ഒരു മിസ്റ്ററിയുടെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ അന്വേഷണം നടത്തുന്നു. അപ്പോൾ ഇറ്റ് കംസ് അക്രോസ് goes through a lot of curves. നടക്കുന്ന സംഭവങ്ങളും അത്രയും കുറച്ച് ഭീകരമാണ്. അതിൻ്റെതായ ഇൻറ്റൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു ക്യാരക്ടർ. ഡോക്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോറി, അല്ല സിനിമയിൽ. ഓക്കെ, അപ്പം ഞാൻ പഠിക്കാൻ പോയോ? പക്ഷെ കുറച്ചുകൂടെ ഫുഡിനോടാണ് താല്പര്യം തോന്നുന്നു അല്ലേ? ആ, പ്രൊഫൈലിൽ കൂടുതൽ ഫുഡിനോടുള്ള ഫോട്ടോസാണ്. ആ അല്ലേ? പക്ഷെ ഞങ്ങളുടെ ഡയറ്റാണെന്നാണ് എപ്പോഴും പറയുന്നത്. ഫുള്ള് ഓണിലാണല്ലോ, എനിക്ക് സംസാരിക്കാൻ ഗ്യാപ്പ് കിട്ടുന്നില്ല. എന്തൊക്കെയോ പറയുന്നുണ്ട്. ഡയറ്റിന്റെയും ഫുഡിന്റെയും കാര്യമൊക്കെ പറഞ്ഞ കാർഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഫുഡിന്റെ കാര്യം പറഞ്ഞ താങ്കളല്ലേ? ഡൈവേർട്ട് ചെയ്തിട്ട് ഇവിടെ തന്നെയാണ് സിനിമകൾ നടക്കുന്നത്. പല പല ഇതല്ലേ, നിങ്ങളെ ഡൈവേർട്ട് ചെയ്ത് പല പല സ്ഥലത്തേക്ക് ഡൈവേർട്ട് ചെയ്ത്
അപ്പോൾ ഈ ഡോസ് എന്ന് പറഞ്ഞ ആ ഒരു പേര് കൊടുക്കുന്നത് നമുക്ക് 2-3 പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുകയാണെങ്കിൽ ഡോസ് നമുക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കുന്ന രീതിയിൽ ഡോസ് കൊടുക്കുന്നതെന്ന് പറയാം. ആൻഡ് മരുന്നിൻ്റെ കാര്യത്തിൽ പറയാം, ഇത് ഏത് രീതിയിലാണ് വരുന്നത്? ഡോസ് എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ മെഡിക്കൽ ടേമാണ് ഡോസ് എന്ന് പറയുന്നത്. ഡോസ് എന്ന് പറഞ്ഞ അളവാണ്. നമ്മള് ഇപ്പൊ എല്ലാം വിഷമാണോ ചോദിച്ചാൽ ഇപ്പൊ മദ്യം വിഷമാണോ ചോദിച്ചാൽ മദ്യം അളവിൽ കൂടിയ വിഷമാണ്. പഞ്ചസാര വിഷമാണെന്ന് വെച്ചാൽ അളവിൽ കൂടിയ വിഷമാണ്. ഉപ്പ് വിഷമാണെന്ന് വെച്ചാൽ അളവ്. അപ്പൊ അളവാണ് ഈ വിഷത്തെ നിർണ്ണയിക്കുന്നത്. അപ്പൊ ഡോസ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം നമ്മുടെ ലൈഫിൽ എല്ലാം തന്നെ എത്ര ഡോസിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന് അത് എങ്ങനെ വരുന്നു എന്നുള്ളത്. ദൃശ്യത്തിൽ എന്തെങ്കിലും ഡോസ് എടുത്തിട്ടുണ്ടായിരുന്നു? ഈ ട്രെയിലറിൽ കണ്ടു ഓൾറെഡി ഒരു ഡോസ് എടുത്തതിന്റെ ഒരു എഫക്ട് കാണിക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നു? ഒരു 60 വേറെ ഡോസാണോ? ഒരു 60 ml അടിച്ചിട്ടുണ്ടെന്ന് ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നുന്നു. നല്ല മണമുണ്ട്. ഒരു 30 ഡോസ് 60 ഡോസ് 60 ഡോസ് ഡോസൊക്കെ കൃഷിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡോക്ടർ ക്യാരക്ടറോ നേഴ്സ്? ഞാൻ സിജു ചേട്ടൻ്റെ വൈഫ് ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. ആണല്ലേ? ഞാൻ ഡോക്ടർ അല്ല ഇത്. ഞാൻ ഐ തിങ്ക് ഐ എം ദി ഒൺലി വൺ വിത്തൗട്ട് എ പ്രൊഫഷൻ. ഇപ്പം എന്ന് വെച്ചാൽ നമുക്ക് നോക്കുവാണെങ്കിൽ തമിഴിൽ കുറേ നല്ല സിനിമകൾ ചെയ്ത് ഇപ്പം മലയാളത്തിൽ റോന്തിൽ ചെയ്തു. പിന്നെ വരുന്നത് ഈ ഒരു ടീമിൻ്റെ കൂടെയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു തമിഴിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു കമ്പാരിസൺ, ആ ഒരു എക്സ്പീരിയൻസ്? തമിഴിൽ വർക്ക് ചെയ്യുമ്പോൾ തമിഴ് പറയണം, അങ്ങനെയല്ല, മലയാളം. കറക്റ്റ് ആൻസർ. അല്ല, ഇത്ര എനർജറ്റിക് ആയിട്ടുള്ള സിജുചേട്ടൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? മലയാളമാണ് പറഞ്ഞത്, മലയാളത്തിലാണല്ലോ അഭിനയിച്ചത്. അപ്പൊ ആ ഒരു വ്യത്യാസമുണ്ട്, സ്വാഭാവികം. അതല്ലാതെ ഇറ്റ് വാസ് അതിൻ്റെ വർക്ക് കൾച്ചർ അത്രത്തോളം മാറുന്നൊന്നുമില്ല. ഇവിടെ ഇത്തിരി കൂടെ ചില്ലായിരുന്നു. ത്രില്ലർ ചെയ്യുന്നുണ്ടെങ്കിലും അത് കട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ഒരു എന്താ പറയുക, കുറച്ചും കൂടി ബ്രീത്തിങ് സ്പേസ് കിട്ടുന്നു. ഇവിടെ കുറച്ചും കൂടി സ്പീഡായിട്ടുള്ള പരിപാടികൾ പോകുന്നു. പ്രോസസ് ഇസ് മച്ച് ഫാസ്റ്റർ. അതല്ലാതെ ഇവിടെ ഹൈറാർക്കി ഇത്തിരി കുറവാണ്. അവിടെ ഉള്ള ഹൈറാർക്കി അല്ലാതെ ഇവിടെ ഹൈറാർക്കി ഇത്തിരി കുറവാണ്. അപ്പം യു ആക്ച്വലി വർക്കിംഗ് വിത്ത് എ ടീം കോൺസ്റ്റൻ്റ്ലി. ഷോട്ട് കഴിഞ്ഞിട്ടും എല്ലാവരും ഓരോ ക്യാരവാനിലല്ലാതെ അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിന്ന് സംസാരിക്കുക, പാട്ട് പാടുക, അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. സോ യു ആക്ച്വലി മേക്ക് എ ഗുഡ് ഫ്രണ്ട് സർക്കിൾ, യു ഹാവ് ഫൺ. പ്രോസസ്സ് ഫണ്ണാണ്. സോ അത് ഒരു വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ സിനിമ തന്നെ. ഓക്കെ. എനിക്ക് സിജുചേട്ടൻ എന്ന് വെച്ചാൽ എല്ലാ ഇൻ്റർവ്യൂവിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, ഇത് ക്ലീഷ ആയിരിക്കും നമ്മുടെ ആലുവ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. പക്ഷേ ആലുവ ടീമിൽ നിന്ന് ചേട്ടൻ്റെ ഫസ്റ്റ് സിനിമയിൽ നിന്നും ഈ ഒരു സിനിമയിൽ എത്തുന്ന നിൽക്കുമ്പോൾ നിങ്ങൾ ആ ഒരു ടീമിലുണ്ടായ എല്ലാവരും വലിയ രീതിയിൽ ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ആ ഒരു ടീമിൻ്റെ ആ ഒരു നിങ്ങൾ കൂടാറുണ്ട്? എങ്ങനെയുണ്ട് ആ ഒരു നിങ്ങളുടെ ടീമൊക്കെ കൂടാറുണ്ടോ ആലുവ ടീമൊക്കെ? പിന്നെ കാണാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഓൺ കോൾ എപ്പോഴും അവൈലബിൾ ആണ്. എല്ലാവരും പല പല സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാവരും ഓരോ പാർട്ടിലൂടെ അവർക്ക് പറഞ്ഞേക്കുന്ന വഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർക്ക് ഉള്ളത്. ഞാൻ എൻ്റെ പാർട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇൻഡിവിജ്വലായിട്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആൻഡ് ഐഡിയാസ് വെച്ചിട്ട് നമുക്കറിയില്ലല്ലോ, നമ്മുടെ ശരികളെ ഫോളോ ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൽ ചിലപ്പോൾ നമ്മൾ ചില സമയങ്ങളിൽ കാലിടറാം, അല്ലെങ്കിൽ ചിലപ്പോൾ നല്ലൊരു ഇതിലേക്ക് എത്താം. അവിടെ നിന്ന് നമ്മൾ ലേൺ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ വഴി പോകുമ്പോൾ ഒരു യാത്ര പോലെയാണ്, ഒരു ബസ്സിലൊരു യാത്ര പോകുന്ന പോലെ. അവിടെ നമ്മൾ ചിലപ്പോൾ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് ചിലപ്പോൾ കുറച്ച് പേരെയൊക്കെ മീറ്റ് ചെയ്ത്, അങ്ങനെ ഓരോ സിനിമകളും അങ്ങനെയാണല്ലോ. പുതിയ ക്രൂവിനെ മീറ്റ് ചെയ്യുന്നു, അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നു, അടുത്ത വണ്ടി പിടിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെ ഒരു ട്രാവൽ പരിപാടിയിലാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ മെയിനായിട്ട് നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. ഞാൻ ലേൺ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്, ഇത് നമ്മൾ ബാക്കിയുള്ളവരടുത്ത് ഷെയർ ചെയ്യും, അതുപോലെ തന്നെ അവരും ഷെയർ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഓൺ കോൾ അവൈലബിൾ ആണ്. എപ്പോഴും നേരിട്ട് എപ്പോഴും കാണാൻ പറ്റുന്നില്ല, കാരണം പലരും പല തിരക്കുകളിലാണ്, പല ഷൂട്ടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്താ പറയുക, എല്ലാവരും നന്നായിട്ട് പോകുന്നു എന്നുള്ളതിലാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം എല്ലാവരും ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമ സെലക്റ്റീവായിട്ടാണ് സിനിമ എടുക്കാറുള്ളതെന്ന് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില സമയത്ത് സെലക്റ്റീവായി എടുക്കുന്ന സമയത്ത് അതൊരു റിഗ്രറ്റ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ കാലം ബ്രേക്ക് വരുന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഷാറുഖ് ഖാനെ സംബന്ധിച്ച് ഷാറുഖ് ഖാൻ ഫസ്റ്റ് ഈ പ്രേമത്തിന് ശേഷവും ചെയ്ത കുറേ സിനിമകൾ വില്ലനായിട്ട് ചെയ്തു, കോമഡി ചെയ്തു. അങ്ങനെ പുള്ളിയുടെ ഒരു ഗ്രോത്ത് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഫാസ്റ്റ് ഗ്രോത്ത് ആണെങ്കിലും നമുക്ക് ക്യാരക്ടർ കുറേ എടുത്തു പറയാനുള്ള ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ ഷാറുഖ് ഖാൻ്റെ കാര്യത്തിൽ ചെയ്ത ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ ചേട്ടൻ ചെയ്തതെന്ന് വെച്ചാൽ വില്ലൻ ക്യാരക്ടറൊന്നും നമ്മളങ്ങനെ കണ്ടില്ല അല്ലേ. ഇപ്പം ചേട്ടൻ അങ്ങനെയുള്ള ഒരു സ്പെസിഫിക് ക്യാരക്ടർ ചെയ്യണമെന്ന് ഇനി ആഗ്രഹമുണ്ടോ? പിന്നെ എനിക്ക് എല്ലാ തരം കഥാപാത്രങ്ങളും ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. എന്നെ ഒറ്റടിക്ക് കണ്ടുപിടിക്കരുത്. സിനിമ തുടങ്ങി കഴിയുമ്പോൾ എന്താ കഥാപാത്രം എന്ന് മനസ്സിലാകരുത്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിടി കൊടുക്കാനായിട്ട് ഞാൻ താല്പര്യമല്ല. കാരണം വൺസ് നമ്മൾ പിടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു മൊമെന്റ് ഇയാൾ എങ്ങനെയായിരിക്കും ചെയ്യാൻ പോണേ, എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതൊക്കെയുള്ളത് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഈ ബ്രേക്ക് വരുന്നുണ്ടെങ്കിൽ അത് പർപ്പസ്ഫുള്ളി ഉള്ള ബ്രേക്കുകളല്ല. ചിലപ്പോൾ ഒരു പ്രോജക്റ്റ് തുടങ്ങാൻ ചിലപ്പോൾ ഡിലേ വരും, ചിലപ്പോൾ നീങ്ങിപ്പോകും, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ എല്ലാം നല്ലതിനാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു ബ്രേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ മൂവിയിൽ നിന്ന് നമ്മളൊന്ന് എന്താ പറയുക, അത് വാഷ് ഓഫ് ചെയ്തിട്ട് അടുത്ത പരിപാടിയിലേക്ക് നമ്മൾ കയറുന്നൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അത് ഒരു രീതിയിൽ എനിക്ക് നല്ലതാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബാക്ക് ടു ബാക്ക് പ്രോജക്റ്റുകൾ ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളാണ് ബാക്ക് ടു ബാക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ ബാക്ക് ടു ബാക്ക് ചെയ്യുകയും അതുപോലത്തെ സംഭവങ്ങൾ വന്നാലേ ഞാൻ പിടിക്കുള്ളൂ. കാരണം നമുക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാനുള്ള ഇത് വേണം. ഇപ്പോൾ ഒരു സീനായിക്കോട്ടെ, 2 സീനായിക്കോട്ടെ, എന്തെങ്കിലും ചെയ്യാനുള്ളൊരു സംഭവം വേണം എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുക. അതിനനുസരിച്ചുള്ള സിനിമകൾ വന്നു കഴിഞ്ഞാൽ ചെയ്യും. പിന്നെ എനിക്ക് ഈ ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്യുമ്പോൾ ഉള്ളൊരു സംഭവം എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഷറഫ് ആയിക്കോട്ടെ, ഇപ്പോൾ ശബരി ആയിക്കോട്ടെ, ഇവരൊക്കെ ബാക്ക് ടു ബാക്ക് പരിപാടികൾ ചെയ്യുമ്പോൾ യൂസ്ഡ് ആണ് ഭയങ്കരമായിട്ട്. അതായത് നമുക്ക് എന്ത് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ സിനിമ ആയിക്കോട്ടെ, ഏത് സിനിമ ആയിക്കോട്ടെ, ആദ്യത്തെ സെറ്റിൽ ചെന്നുമ്പോൾ 2 ദിവസം കഴിയുമ്പോഴേ ഞാനൊന്ന് ട്രാക്കിലേക്ക് വരുള്ളൂ. കാരണം ആ ക്രൂവും ഇവരൊക്കെ ആയിട്ട് ഒന്ന് ചെല്ലാനായിട്ടുള്ളൊരു സമയമുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ നമ്മൾ ഭയങ്കര യൂസ്ഡ് ആയിരിക്കുന്നുണ്ട്, ഭയങ്കര ഫ്രീ ആയിട്ട് അങ്ങനത്തെ ഇതിലേക്ക് വരും. അത് ഓരോ രീതിയിൽ നല്ലതാണ്. ഇപ്പോൾ അത് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. ഇപ്പോൾ എന്തുപോലെ ഷറഫും ഇവരൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബാക്ക് ടു ബാക്ക് പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കും. ഇതിപ്പോൾ നിങ്ങളുടെ ഹാപ്പി വെഡിങ്ങിന് ശേഷമുള്ള ഒരു പിന്നെയുള്ള ഒരു ഗെറ്റ് ടുഗദർ തന്നെ പറയാൻ പറ്റും അല്ലേ? അപ്പോൾ റീയൂണിയൻ. അതെ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു പണ്ട് കണ്ട സീച്ചേട്ടന് ഇപ്പോഴുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? എന്തെങ്കിലും മാറ്റം ഉണ്ടോ? നിങ്ങൾ ഇതുപോലെ തന്നെ ആയിരുന്നു? സീറ്റിൽ എപ്പോഴും അടിയൊക്കെ ഉണ്ടാകാറുണ്ടോ? അല്ല, ഈ ആ ഡോസിന്റെ ഫണ്ണി മൊമെന്റ് എന്തെങ്കിലും ഉണ്ടോ നിങ്ങളെ സെറ്റിലുള്ളത്? എന്താ തിരിച്ചും ചെയ്തിട്ടുണ്ട് കേട്ടോ. മറ്റേ ഭയങ്കര മെത്തേഡ് ആക്ടിംഗ് എന്നാണ് പറയുന്നത്. ഭയങ്കര മെത്തേഡ് ആക്ടിംഗ് എന്നാണ് പറയുന്നത്. എന്നിട്ട് തിരിച്ചു ചെയ്തു. മെത്തേഡ് ആക്ടിംഗ് ഒക്കെ പക്കയായിട്ട് കൊണ്ടുവന്ന ആൾക്കാർ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. എന്ത് ഇത് വന്നു കഴിഞ്ഞാലും അനങ്ങാൻ പാടില്ല. അഭിലാഷേട്ടന് ഇന്റൻഷൻ എടുക്കുന്നതാന്ന് തോന്നുന്നു. അങ്ങനല്ലേ മെത്തേഡ് ആക്ടിംഗ് അങ്ങനല്ലേ? ഫുൾ ടൈം ക്യാരക്ടർ സിനിമ തീരുന്നവരെ കഥാപാത്രമായിട്ട് എടുക്കണം. ബ്രേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ കഥാപാത്രം എങ്ങനെ മാനേജ് ചെയ്യുന്നു ഈ റൈറ്റ് ലെഫ്റ്റുള്ള ആൾക്കാര്? കുഞ്ഞുങ്ങളെ പോലെ. എന്നാ ചേട്ടാ, ചേട്ടൻ്റെ സൗണ്ട് ആണെങ്കിലും നമുക്ക് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സീരിയസ് ആയിട്ട് തോന്നാറില്ല. സൗണ്ട് ഭയങ്കര ഗാംഭീര്യമുള്ള സൗണ്ടാണ്. പക്ഷെ ബേസിക്കലി ആള് ഭയങ്കര കൂളാണല്ലേ? അല്ലേ, ഭയങ്കര കൂളാണ്. നമ്മുടെ സിനിമയിലുള്ള വില്ലന്മാരൊക്കെ ഭയങ്കര പാവം. അപ്പൊ നായകന്മാരൊക്കെ ദുഷ്ടന്മാരാണ് ഇങ്ങനെ? ഞാൻ അതിലോട്ട് വരാൻ നിൽക്കുന്നതാണ്. അതെ, അതൊക്കെ എന്നെ ഭയങ്കരമുണ്ട്, മനസ്സിലായത്. അല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പിന്നെ എന്ന് വെച്ചാൽ നന്നായിട്ട് മിമിക്രി ഒക്കെ ചെയ്യാറുണ്ടല്ലോ. കമൽ സാറിന് ചെയ്യാറില്ലേ? പാട്ട് പാടാറുണ്ട്. നിങ്ങളൊക്കെ നല്ല കഴിവുള്ള ആൾക്കാരാണല്ലോ. സിച്ചേട്ടൻ പാടുന്ന ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിച്ചേട്ടാ, അപ്പോ ഒരു പാട്ട് ഏതെങ്കിലും ഭയങ്കര എനർജിയിലല്ലേ? നമുക്ക് ആ എനർജി കുറച്ചുകൂടെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാം. ആ, ഇവർക്ക് അത്ര എക്സൈറ്റഡ് ആണ്. അന്ന് നമുക്ക് ലാസ്റ്റ് പാടാം അല്ലേ? ലാസ്റ്റ് പറ്റുമോ?
നിർബന്ധിച്ചിരുന്നു. പാട്ട് മൂടുന്നല്ലേ? അല്ല, നമുക്ക് ഇന്റർവ്യൂക്ക് ഇടയിൽ പാട്ടൊക്കെ പാടും നല്ലതല്ലേ അല്ലേ? കഴിഞ്ഞ ഞാൻ പാടിയ പോലെ ഇടയ്ക്ക് പറഞ്ഞു 4 വരി പാടാം. 3 ദിവസം നോക്കാം. ഏതെങ്കിലും വഴി രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടു. പാട്ടിന് പാട്ട് ആരെങ്കിലും വിളിച്ചാലും പാടട്ടെ. പാട്. കുഞ്ഞിക്കറിൽ മേഘമേ തുള്ളിത്തുറുമ്പാവേ നീ പഞ്ഞിച്ചുരുൾ മാനസം നുള്ളിക്കെടുത്താതെ നീ. അത്ര മതി. ബാക്കി അപ്പൊ ഒരു കൈയ്യടി കൊടുക്കും. ഇത്രയും നന്നായിട്ട് പാട്ട് പാടിയിട്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു. കട്ടിയുള്ള വരികളാണ്. കുഴപ്പമൊന്നുമില്ല. ചെറുമൊരു തൂവൽ കൊണ്ടു മുറിയും ചെറുമൂന നോക്കു കൊണ്ടു വിളറും ഒരു നേർത്ത പൈതലിൻ്റെ മുഖം മിന്നിപ്പിടയാതെ നീ. ഞാനിത് ഈ അടുത്ത് ഇങ്ങനെ വണ്ടി ട്രാവൽ ചെയ്യുന്നൊക്കെ ചുമ്മാ പാട്ടിട്ടിട്ട് ഒരുമിച്ച് പാടുന്നു. എന്നിട്ടും പഠിച്ചിട്ടില്ല. പക്ഷെ നന്നായിട്ടുണ്ട്. താങ്ക് യു. എൻ്റെ അതുപോലെ നമ്മുടെ ജീവന്റെ കൂടെ ഒക്കെ അഭിനയിച്ചിട്ട് ഇങ്ങനെ ഇരിക്കലാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ജീവന്റെ അല്ലേ? അല്ല, എനിക്ക് മനസ്സിലായി. തമിഴില് ലാസ്റ്റ് 2 മൂവി ജീവയോ പുള്ളിയുടെ പേരെന്താ? ജീവ. പോസ്റ്റേഴ്സിലൊക്കെ ജീവയുടെ മൈലാഞ്ചിലെ ജീവിയല്ലോ ശ്രീറാം കാർത്തിക്. ഇപ്പം അല്ല, അതില് പക്ഷെ കമന്റ്സിലൊക്കെ ടാഗ് ചെയ്തിട്ടുണ്ട് ജീവന്റെ. അത് അവര് ടാഗ് ചെയ്തു, എല്ലാവരും ടാഗ് ചെയ്തു. ഓക്കെ, സോറി. ശ്രീറാം ഓക്കെ, ഇത് കുറച്ച് ഫണ്ണായിട്ട് എടുത്തോളും ആൾക്കാർ വിചാരിക്കാം. സാരില്ല. ബാക്ക് ടു പിന്നെയും ആലുവ ടീം തന്നെ. ആലുവ ടീമിൽ ഓൾറെഡി ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ നിവിൻ ചേട്ടൻ്റെ ഒരു മീശ പഠിച്ചിട്ട് ഒരു സിനിമ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സത്യത്തിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സിനിമക്ക് നിവിൻ ചേട്ടൻ്റെത്. നിവിൻ പോളി. നിങ്ങളുടെ ഒരു ടീമിൽ ഒരു ഷോർട്ട് ഫിലിമിനും അങ്ങനെ എന്തോ റിലേറ്റഡ് ആയിട്ട് മീശ പഠിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഭംഗി നിവിൻ ചേട്ടനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏതിനു വേണ്ടി? ഞാൻ മീശ എടുത്തിട്ടുണ്ടായിരുന്നു. മീശ എനിക്ക് ഒരു ഇന്റർവ്യൂല് ചേട്ടൻ പറഞ്ഞു ഭംഗി ചേട്ടനായിരുന്നു കുറച്ചുകൂടി സ്യൂട്ടബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്തിൻ്റെതായിരുന്നു ശരിക്കും? ചേട്ടൻ തന്നെ പറഞ്ഞു ഒരു ഇന്റർവ്യൂല്. ചേട്ടൻ ഒരു ഇന്റർവ്യൂ പറഞ്ഞത് ഒന്ന് ഓർമ്മ. അല്ല, ചേട്ടനൊരു ഇന്റർവ്യൂ കണ്ടിട്ട് ഞാൻ വന്ന് ചോദിച്ചതായിരുന്നു. ശരിക്കും ചേട്ടൻ ഒരു ഇന്റർവ്യൂ പറഞ്ഞു. നിവിൻ ചേട്ടൻ മീശ പഠിച്ചിട്ട് നിവിൻ ചേട്ടനായിരുന്നു കുറച്ചുകൂടെ ഒരു ഷോർട്ട് ഫിലിം അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു ചേട്ടൻ. അതിൽ കുറച്ചുകൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ള നിവിൻ ചേട്ടൻ മീശ പഠിച്ചിട്ടാണ് ആ ക്യാരക്ടറിന് മാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏത് ക്യാരക്ടറിൻ്റെതായിരുന്നു? കൺഫ്യൂഷനായ. ഞാൻ ഇന്റർവ്യൂ ആയിട്ട് കാണിച്ചു തരാം. ഷോർട്ട് ഫിലിം ഒരു സിനിമ അങ്ങനെ ഏതോ ഒന്നാണ്. പക്ഷെ നിവിൻ ചേട്ടൻ അങ്ങനെ ഒരു മീശ പഠിച്ച് ഞാൻ കണ്ടില്ല പെട്ടെന്ന്. എനിക്ക് പേടിയാ ചോദിക്കും. അല്ല, എനിക്ക് ചോദിക്കാൻ പറ്റില്ല. ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞ് തിരിച്ചറിയേ. പിന്നെ ചേട്ടൻ്റെ എന്ന് വെച്ചാൽ നേരം സിനിമ നിങ്ങളുടെ ആ ഒരു ടീമിൻ്റെ ഒരു നേരം സിനിമ സമയത്ത് ഞാൻ ശബരിശേട്ടനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശബരിശേട്ടൻ പറഞ്ഞാൽ നിങ്ങളുടെ നേരത്തിലെ പിസ്ത സോങ് നിങ്ങൾ താമസിച്ച ബിൽഡിങ്ങിൻ്റെ ഒരു ഔട്ട്സൈഡ് ഫ്ലോറിലാണ് നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ സ്റ്റുഡിയോയില് ഇൻഡസ്ട്രി എല്ലാവരൊക്കെ ഇരുന്ന് ടേബിളിന് ചുറ്റിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇല്ല, അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ടെറസിൽ. പിന്നെ അൽഫോൺസ് താമസിച്ചിരുന്ന ഒരു റൂം ഉണ്ടായിരുന്നു, അതിന്റെ ടെറസിൽ കുറച്ച് സാധനങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിവിനും അൽഫോൺസ് കൂടി ഡാൻസ് കളിക്കുന്ന സാധനമുണ്ട്, ഞാൻ ശബരിയും കൂടി ഡാൻസ് കളിക്കുന്ന അവിടെ ടെറസിലാണ് എടുത്തിരുന്നത്. പ്രൊമോ സോങ് പോലത്തെ പരിപാടിയായിരുന്നു പാകിസ്ഥാൻ. അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്ത കുറേ സാധനങ്ങളായിരുന്നു. ആ സിനിമ തന്നെ അന്ന് ഷൂട്ട് ചെയ്ത് 5Dയിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക്
ഹാങ് ചെയ്യണം, എപ്പോഴെങ്കിലും ആ ക്യാമറ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഈ സോങ് വന്നതിന് ശേഷം കുറേ ഈ പറഞ്ഞ ഇതുപോലെ കുറേ സാധനങ്ങൾ ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ആ ടൈമിൽ ഷൂട്ട് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് വിളിച്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുൾ ഓൺ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഷൂട്ട് ചെയ്തെടുക്കുന്നത്. എന്നെ ഇപ്പം നമ്മൾ കുറേ സമയം സംസാരിച്ചു. ലാസ്റ്റ് നമുക്കൊരു സെഗ്മെന്റോട് കൂടി അവസാനിപ്പിക്കാം. നമ്മൾ സിനിമയെ പറ്റി സംസാരിച്ചു. ശരിയാണ്. ഡോസിന് ഓക്കെ, ഇനി ഡോസിനെ കുറിച്ച് എന്താണ് ഡോസിനെ കുറിച്ച് പറയുന്നത്? ഡോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡോസിന് ജഗദീഷ് ചേട്ടനുണ്ട്, പിന്നെ കിച്ചു ഉണ്ട്, മധുപാൽ സാർ അഭിനയിച്ചിട്ടുണ്ട്. അത് ഒരു ചെറിയൊരു ടൈമിലാണെങ്കിലും അത് പുള്ളിക്കാരന് നമ്മുടെ മൊത്തത്തിലുള്ള കഥ സബ്ജക്ട് മുഴുവൻ കേട്ടിട്ടാണ് പുള്ളി ആ ക്യാരക്ടർ ഒരു സീൻ ഉണ്ടാവുള്ളൂ. പുള്ളിക്കാരന് എനിക്കത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. പുള്ളിക്കാരനെ പോലെ ഒരു ഭംഗിയായിട്ട് പുള്ളി ചെയ്തു. പിന്നെ ജഗദീഷ് ചേട്ടനെ ആദ്യം വിളിച്ചപ്പോൾ ശേഷം ചോദിച്ചത് എനിക്ക് നാളെ എന്തിനാണ് അഭിലാഷ് ഞാൻ ഈ പുറത്ത് അഭിനയിച്ചെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരം പറയണം, അതുകൊണ്ട് ഇതിന്റെ കഥ പറയാനുണ്ട്. അങ്ങനെ പുള്ളിയോട് ഫോണിലൂടെയാണ് കഥ പറയുന്നത്. ഫോണിലൂടെ കഥ കേട്ടപ്പോൾ തന്നെ പുള്ളി ആ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി. അങ്ങനെ പുള്ളി ഇന്നായി. പുള്ളി നമ്മുടെ പടത്തൊരു വലിയ ഒരു ക്യാരക്ടർ പുള്ളി ചെയ്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ സഞ്ജു സുനിച്ചൻ എന്ന് പറഞ്ഞിട്ട് കേരള ക്രൈം ഫെയർസിലൊക്കെ ഉള്ള പുള്ളിയും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ റിത, മൂസി, അങ്ങനെ കുറെ ആക്ടേഴ്സ് ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്നതാണ്. മ്യൂസിക് ചെയ്തേക്കുന്നത് വിഷ്ണു ആണ് എൻ്റെ സിനിമാറ്റോഗ്രാഫി. വിഷ്വൽസ് ആണ്. ഈ സെക്കൻഡ് പോയിന്റ് ഉദ്ദേശിക്കുന്നത്, ഓപ്ഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒപ്പീനിയൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു മെഡിക്കൽ ടൈം നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോയി നമുക്ക് ഇന്ന അസുഖമാണെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും പറയില്ലേ സെക്കൻഡ് ഒപ്പീനിയൻ കൂടെ എടുക്കാൻ പറ്റും. അതാണ് സെക്കൻഡ് ഒപ്പീനിയൻ. അത് ഇതിനകത്ത് പിന്നെ വേറെ കുറച്ച് തലങ്ങളുണ്ട്. അത് പടം കണ്ടാൽ മാത്രമേ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ഒപ്പീനിയൻ വെച്ചിട്ട് തന്നെ നമുക്കൊരു സെഗ്മെന്റ് ചെയ്യാം. ഇപ്പം യൂഷ്വലി ഇലക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. നിങ്ങളുടെ ഈ സിനിമയിലോ മീൻസ് നിങ്ങളുടെ ഈ ഒരു ക്രൂവിലുള്ളതോ അതല്ലെങ്കിൽ സിനിമയിലോ ഇലക്ഷൻ കഴിഞ്ഞു, എന്നാലും ഇലക്ഷൻ്റെ ആ ഒരു വൈബിലാണല്ലോ നമ്മളൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ടീമിലുള്ളതോ അതിൻ്റെ മലയാള സിനിമയിൽ നമുക്ക് കുറച്ച് മന്ത്രിമാരെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് ഏതാണ് വകുപ്പ് എന്ന് പറയാം. അപ്പോൾ ചേട്ടൻ നിങ്ങൾക്കൊക്കെ ഒരാൾക്ക് ഓരോന്ന് വെച്ച് പറയാം. ഓക്കെ. വിദ്യാഭ്യാസം നമുക്ക് ആരെ കൊടുക്കാൻ പറ്റും? സിനിമയിൽ നിന്ന് ഒരാളെ കൊടുക്കുവാണെങ്കിൽ ആരെ നമ്മൾ സെലക്ട് ചെയ്യും? അത് എന്തുകൊണ്ടാണത്? വിദ്യാഭ്യാസവും വിവരമുള്ള ആളായതുകൊണ്ട്. ആരോഗ്യം ആരോഗ്യം ഞാൻ കേട്ടേക്കുന്ന ഒരു മമ്മൂക്കൊക്കെ ഒരു ആഫ്റ്റർ 40 years ഭയങ്കരമായിട്ട് ഡയറ്റും ഇതൊക്കെ കൺട്രോൾ ചെയ്ത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ നിന്നാളാണെന്നാണ്. ഇനി ആഭ്യന്തരം, ഹോം മിനിസ്റ്റർ, ഏറ്റവും കൂടുതൽ ആഭ്യന്തര കാര്യങ്ങൾ. ഓക്കെ. ഗതാഗതം അല്ല, നമുക്ക് അതൊന്ന് റീപ്ലേസ് ചെയ്യാം. അത് ചിലപ്പോൾ നമുക്ക് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ സിനിമയിലുള്ള നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന അങ്ങനെ ഒരു ഫണ്ണായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. ഇനി ടൂറിസം ഫൈനൽ. നല്ല ഫ്രെയിംസ് ഒക്കെ പുള്ളി. അപ്പോൾ ഇനി താങ്ക് യു. അപ്പോൾ ഈ ഒരു സിനിമ ഇനി എപ്പോൾ തിയേറ്ററിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ തിയേറ്ററിലെത്തുന്ന സമയത്ത് സക്സസ് ആയിട്ട് ഒരു ക്ലബിലൊക്കെ കയറിയിട്ട് നമുക്ക് ഇനിയും ഇതുപോലെ ഇരുന്ന് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ആൻഡ് നമുക്ക് എല്ലാവർക്കും ഒരു പാട്ട് കൂടെ അവസാനിപ്പിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, എല്ലാവരും അതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എല്ലാവർക്കും കൂടെ വേണം. ഓക്കെ, റെഡിയാണോ? ചേട്ടൻ വേണ്ട അല്ലേ? വേണ്ട വേണ്ട. ഓക്കെ. ഇത് തനിക്ക് എന്തെങ്കിലും കഴിവുണ്ടോ? നാലാളറിയോ ആ സംഭവം? ഓക്കെ. അപ്പോ അയ്യോ, എനിക്ക് പാടാൻ അറിയില്ല. ഞാൻ കൂടെ പാടും, എനിക്ക് പാടാൻ അറിയാം. ചേട്ടൻ അടിപൊളി പാട്ട് പാടുന്നുണ്ട്, എനിക്കറിയില്ല.
ഇന്റർവ്യൂ നമുക്ക് വൈൻഡപ്പ് ചെയ്യണ്ടേ? ഇത് നിങ്ങൾക്ക് പ്രൊമോഷനാണ്, എന്റെ പാട്ടോടെ അത് കൊളാകും. പോയാ മതി ഇല്ല, എനിക്ക് സത്യത്തിൽ പാടാൻ അറിയില്ല. വേണ്ടായിരുന്നു, നമുക്ക് ഏതായാലും മൈൻഡപ്പ് ചെയ്ത് വിടുന്നത്. അതെ. അപ്പോൾ കുറേ സമയം സംസാരിച്ചു, എനിക്കൊരു ഇന്റർവ്യൂ ആയിട്ട് ഫീൽ ചെയ്തില്ല. എനിക്ക് ഭയങ്കര ഒരു ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുന്ന പോലെ തോന്നി. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ക്ലോസ് ആയിട്ടുള്ള ഫുൾ ഓണിലുണ്ട്. കുറേ സമയം സംസാരിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ സക്സസ് ആയിട്ട് നെക്സ്റ്റ് കാണാൻ പറ്റട്ടെ. താങ്ക് യു. Thank you. Bye bye.